Hello friends, എല്ലാ കൂട്ടുകാർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഭിലാഷ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡ് വണ്ടികളിൽ വരുന്ന ടൂൾ കിറ്റ് 80% ആൾക്കാർക്കും കറക്റ്റായ രീതിയിൽ യൂസ് ചെയ്യാൻ അറിയത്തില്ല എന്നുള്ളതാണ് സത്യം. ടൂൾ കിറ്റ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വർക്കുകൾ ഈ ഒരു വീഡിയോ സീരീസിൽ കൂടി നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. ഓരോ വീഡിയോയിലും ഓരോ വർക്കുകളായിരിക്കും ഉൾപ്പെടുത്തുന്നത്. അതിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഈ വീഡിയോ. അപ്പോൾ അധികം പറഞ്ഞ് ലാഗ് അടുപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോയേക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോയേക്കാം. ക്ലാസിക് സ്റ്റാൻഡേർഡ് ഇലക്ട്ര മോഡൽ വണ്ടികളുടെ ഹെഡ്ലൈറ്റ് ബൾബ് എളുപ്പത്തിൽ എങ്ങനെ ടൂൾ കിറ്റിലെ ടൂൾ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങളൊരു റൈഡൊക്കെ പോകുന്ന സമയത്താണ് ഹെഡ്ലൈറ്റ് ബൾബ് അടിച്ചു പോകുന്നതെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. ഹെഡ്ലൈറ്റ് ബൾബ് എങ്ങനെ ടൂൾ കിറ്റിലെ ടൂൾ ഉപയോഗിച്ച് മാറാമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ഹെഡ്ലൈറ്റ് ബൾബ് സ്പെയർ ആയിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് എളുപ്പത്തിൽ മാറാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ തന്നെ ഹെഡ്ലാമ്പ് അസി ഊരിയെടുക്കേണ്ടതുണ്ട്. ഹെഡ്ലാമ്പ് അസി ഊരിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ടൂൾ കിറ്റിലെ സ്റ്റാറിന്റെ സ്ക്രൂ ഡ്രൈവറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഹെഡ്ലാമ്പ് റിങ്ങിന് മുകളിൽ കാണുന്ന ഈ ചെറിയ സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെഡ്ലാമ്പ് അസി ഊരിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മൊത്തമായിട്ട് ഊരിയെടുക്കരുത്, ഒന്ന് ലൂസ് ചെയ്താൽ മാത്രം മതിയാവും. ഈ ഒരു ചെറിയ സ്ക്രൂവിൽ ഒരു ലോക്കിംഗ് ക്ലാമ്പ് ഉപയോഗിച്ചാണ് ഇത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്ക്രൂ ലൂസ് ചെയ്യുമ്പോൾ തന്നെ ഈ കാണുന്ന രീതിയിൽ തന്നെ ഹെഡ്ലാമ്പ് അസി നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിന്റെ അടിയിലും ഒരു ലോക്കിംഗ് പോയിന്റ് കൂടി വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു പാർക്ക് ബൾബും ഹെഡ്ലൈറ്റ് ബൾബും കണക്ട് ചെയ്ത് കാണാൻ സാധിക്കും. പാർക്ക് ബൾബ് ഇതിൽ കാണിക്കുന്നത് പോലെ തന്നെ റിമൂവ് ചെയ്ത് ഇടേണ്ടതാണ്. വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്കും ഈസി ആയിട്ട് ഊരിയെടുക്കാൻ സാധിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഹെഡ്ലൈറ്റ് ബൾബിന്റെ സോക്കറ്റ് കൂടി ഈ കാണിക്കുന്നത് പോലെ തന്നെ പിന്നിലേക്ക് വലിച്ച് ഊരിയിടേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ ഹെഡ്ലാമ്പ് അസി ഫ്രീ ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കാണുന്ന റബ്ബർ കവറിംഗ് ഇതേപോലെ തന്നെ എടുത്ത് മാറ്റാവുന്നതാണ്. അത് മാറ്റുമ്പോൾ തന്നെ നമ്മുടെ ഹെഡ്ലൈറ്റ് ബൾബ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലോക്കിംഗ് പിന്ന് കാണാൻ സാധിക്കും. വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ലോക്കിംഗ് പിന്നിൽ പയ്യൊന്ന് പ്രസ് ചെയ്ത് സൈഡിലേക്ക് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്കും ഇത് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ലോക്കിംഗ് പിന്നെ ഈ കാണിക്കുന്നത് പോലെ തന്നെ ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് ബൾബ് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ബൾബ് ഫ്യൂസ് ആയിട്ടുണ്ടെങ്കിൽ അത് മാറ്റി നിങ്ങൾക്ക് പുതിയത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ബൾബ് തിരിച്ചു വയ്ക്കാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഊരിയെടുത്തത് എങ്ങനെയാണോ അങ്ങനെ തന്നെ തിരിച്ചു വയ്ക്കുക. രണ്ട് ചെറിയ കാലുകളും ഒരു വലിയ കാലും നമുക്ക് കാണാൻ സാധിക്കും. കറക്റ്റ് അതാത് സ്ഥാനത്ത് തന്നെ തിരിച്ചു വയ്ക്കേണ്ടതാണ്. നമ്മൾ എങ്ങനെയാണോ ഊരിയെടുത്തത് അതേ രീതിയിൽ തന്നെ തിരിച്ചു വയ്ക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഊരിയെടുത്ത ലോക്കിംഗ് പിന്നാണ് ഇനി കണക്ട് ചെയ്യാൻ പോകുന്നത്. ലോക്കിംഗ് പോയിന്റ് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ആ സൈഡിലുള്ള ഒരു പോയിന്റിൽ കണക്ട് ചെയ്ത ശേഷം ആ ഗ്യാപ്പിലേക്ക് പ്രസ് ചെയ്ത് ഇറക്കി വെച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റ് ബൾബ് ആ ലോക്കിൽ കറക്റ്റായിട്ട് പ്രസ്സായി ഇരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാണുന്ന റബ്ബർ കവറിങ് കൂടി തിരിച്ച് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റ് ബൾബ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് പഴയ പോലെ തന്നെ ഇത് കണക്ഷൻ കൊടുക്കേണ്ടതാണ്. ഹെഡ്ലൈറ്റ് ബൾബിന്റെ സോക്കറ്റ് ഈ കാണിക്കുന്നത് പോലെ തന്നെ ബൾബിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ പാർക്ക് ബൾബിന്റെ കണക്ഷനും കൊടുക്കേണ്ടതാണ്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഹെഡ്ലാമ്പ് അസി തിരിച്ച് കണക്ട് ചെയ്യാവുന്നതാണ്. ഈ കാണിക്കുന്ന ലോക്കിംഗ് പോയിന്റിലേക്ക് ഹെഡ്ലാമ്പ് അസിയുടെ കണക്റ്റിംഗ് പോയിന്റ് കയറ്റി വെച്ച് കൊടുക്കാവുന്നതാണ്. ഹെഡ്ലാമ്പ് അസിയുടെ ലോക്ക് ഈ കാണിക്കുന്നത് പോലെ തന്നെ ഇതിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുക. ലോക്ക് കറക്റ്റായി കയറി കഴിഞ്ഞാൽ ഹെഡ്ലാമ്പ് അസി ഈ കാണിക്കുന്നത് പോലെ തന്നെ കറക്റ്റായിട്ട് അടച്ചു വെച്ച് കൊടുക്കാവുന്നതാണ്. ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലുള്ള ലോക്ക് കറക്റ്റ് മുന്നിലേക്ക് തന്നെയാണ് ഇരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റാർ ഉപയോഗിച്ച് ഈ കാണിക്കുന്നത് പോലെ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ഹെഡ്ലാമ്പ് അസി നല്ലോണം ടൈറ്റായി എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും മാജിക് മീഡിയ 123 സൈനിങ് ഔട്ട് ഫ്രം അഭിലാഷ്.